ഇതൊക്കെ നമ്മള് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ചിലാണ് നമ്മൾ വന്നേക്കുന്നേ. ആ അതെ അതെ, കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. നമ്മള് ആൾക്കാരതെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നുണ്ട്. നമ്മുടെ പിള്ളേർ ഇതാണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറാൻ മനസ്സില്ല, എല്ലാം വെള്ളത്തിലാണ് ഉള്ളത്. ഇതാണ്ട് വെള്ളത്തിൽ നിന്ന് ഓരോന്ന് പറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ൂട്ടാ കൊറേ സാധനങ്ങളുണ്ട്. പാനിന്റെ പോക്കറ്റിൽ പറക്കിയിട്ട് ഇവിടെ ചൂണ്ടയിടുന്നവരില്ലെന്ന് തോന്നുന്നു. ചൂണ്ടയിടുന്നവരില്ല. കയ്യൊക്കെ ആക്കുമ്പോ കണ്ണിലേക്ക് ഉപ്പുവെള്ളം പോണേ. ചെളി വാരി പിടിച്ചേക്കുവാണോ? ചെളി കിട്ടുന്നേ? ഓ അതാണ് വരുന്ന വാറ്. അച്ഛ ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്നാ ഷെല്ല് കിട്ടുന്ന ഇരുന്ന് വാരുന്നു. എന്റെ അമ്മയാ ചെറുതിനെ കാരണം ഇങ്ങോട്ട് തിരിയാൻ പേടിയാവുന്നു. അതാണ്ട് സൂര്യൻ താന്ന് പോന്ന് നോക്ക്. നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടോ? അങ്ങ് ദൂരെ വേണ്ട ഇറങ്ങി ഇറങ്ങി പോന്നു കേട്ടോ. വീട്ടിലെത്താനായിട്ടുണ്ട് സൂര്യൻ. പിന്നെ അവിടെ എന്തോ ഒരു കടലിന്റെ അല്ലാതെ അതിന് മേഘത്തിനുള്ളിലേക്ക് പോയ പോലെ ഉള്ളിലേക്ക് പോകുന്നല്ലേ? ആ പോന്നോക്ക് നോക്കി ഇന്ന് ഇറങ്ങി ഇറങ്ങി പോന്നാണ് കേട്ടോ. കണ്ടോ പിന്നെ ഓറഞ്ച് കളറായിരുന്നല്ലേ? നല്ല റെഡിഷ് കളറായി. അതാ ഫുള്ളായിട്ട് താഴ്ന്നു. ഇപ്പൊ ഒരു ചെറിയൊരു കളറ് മാത്രം മൂടി മൂടി പോകുന്നു കേട്ടോ. ശരിക്കും കടലല്ല അത് താഴ്ന്നേ. കടലാണ് ഈ നിരപ്പിലല്ലേ അത് മറിഞ്ഞു മറിഞ്ഞു പോവാ കേട്ടോ. എന്തൊക്കെ അത്ഭുതങ്ങളല്ലേ. ഞാൻ നോക്കി നിൽക്കുമ്പോ പോയി. നമ്മൾ വരുമ്പോ ഏകദേശം അത്രയും ഹൈറ്റിലുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. ഇപ്പൊ ഒന്നും കാണാനില്ല. കാരണം നമ്മളത് കണ്ടതുകൊണ്ട് അവിടെ സ്ഥലം അറിയാവുന്നതുകൊണ്ട് പോയി ഒന്നുമില്ല. പോയി ഒന്നും കാണുന്നില്ല. നോക്ക് മടുത്ത പറയത്തില്ല. എന്താ അടുത്ത ബോട്ട് കൊണ്ടുവരുന്ന നോക്കി. ആ സാധനത്തില് നോക്ക അതിന്റെ അടിയിൽ 2 വീലിലല്ലേ കൊണ്ടുവരുന്ന. ഇതിപ്പോ ഇവിടെ എത്തുമ്പോ അങ്ങോട്ട് ഇറക്കിയിട്ട് ആ പുറകിൽ ആ സാധനം എടുത്ത് മാറ്റുന്ന നോക്കണേ. മത്സ്യകന്യക പോകുന്നു. മത്സ്യകന്യക മത്സ്യകന്യകനെ ഉന്തിക്കൊണ്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോ ആ വീലിങ്ങനെ മാറ്റിയിട്ട് പുറകിൽ നിന്ന് വലിക്കും അല്ലേ? എന്നിട്ട് അത് അങ്ങോട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോകും. നേരത്തെ ഇതിങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോ ഞാനടുത്ത് ഇതെന്ത് സാധനമായിരിക്കും പോകുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് ആ ബോട്ട് ഇറക്കാൻ. ഈ 2 ചക്രത്തിലാണ് ഇത് വരുന്നേ. പൊന്നുസേ മതിയായി. ബീച്ചിൽ പോകല്ലേ? മറ്റേ അന്നേട്ടാ സന്തോഷായില്ലേ? സന്തോഷായിട്ട് അയ്യോ ഞങ്ങളുടെ പേര് തെറപ്പിക്കല്ലേ. എന്റെ അമ്മോ ചെമ്മീൻ തുള്ളുവാ. നോക്കി അവര് ഡ്രൈവിംഗ് ബീച്ച് യൂസ് ചെയ്ത് പോകുന്നത് രസമുണ്ടല്ലേ? കൊച്ചു മേലെ എണീറ്റ് പിള്ളേരെ ആരുടെയും ഷെല്ല് ഇടുന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോയിടാം. ഷെല്ല് കളക്ട് ചെയ്താ
ദൈവമേ പോരാൻ തോന്നില്ലേ നിങ്ങൾക്ക്? പിന്നെയും പിന്നെ ഇന്ന് കളിക്കാം. ആടാ മക്കളെ ഇവരെന്നെ വാങ്ങുന്നേ? ചോക്കോ ബാർ, മാംഗോ ബാർ, കുൽഫി, പിന്നെ ചോക്ലേറ്റ് കോൺ, ബട്ടർസ്കോച്ച് കോൺ പാക്കറ്റിൽ വരുന്നത്. പിന്നെ ഇതില് ടെൻഡർ കോക്കനട്ട്, സ്പാനിഷ് ഡിലൈറ്റ്, ചോക്ലേറ്റ്, ബട്ടർസ്കോച്ച്, സ്ട്രോബെറി, വാനില. നിങ്ങൾ എന്നെ വാങ്ങിച്ചേ? ചോക്കോബാർ വാങ്ങിയത്. ചോക്കോബാർ എന്നാലേ. താങ്ക് യു. എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ളതാ. മുഖം മുഴുവൻ പറ്റിച്ച് തിന്നുവാ. അപ്പൊ നമ്മൾ ഇന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? വെള്ളത്തിലൊക്കെ ഇറങ്ങി ഹാപ്പി ആയിരുന്നോ? ഇങ്ങനെ ബ്ലിങ്കസിലാന്നിരിക്കുന്ന മുഖം. അത് ഏതിന്റെ പൊന്നിന്റെ ഏതിന്റെ മേബലിന്റെ സൈഡിലോട്ട് മാറി നിൽക്കാൻ. എൻജോയ് ചെയ്ത് വെള്ളത്തിലിറങ്ങി അടിപൊളിയായിരുന്നോ? പൊന്നുകൂട്ടനോ ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. ശിവക്കുട്ടിക്ക് മിന്നൂട്ടിക്കോ ഇഷ്ടപ്പെട്ടോ? തിരിഞ്ഞേക്ക് നല്ല കാണുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മുഴപ്പിലങ്ങാട് ബീച്ച് വന്നാണ്. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ച്. അവിടുന്ന് കുറേ നേരം പിള്ളേരെല്ലാം കൂടെ വെള്ളത്തിൽ കളിച്ച് ഇപ്പതേ എന്താണ് പറ്റിയേ? എന്താ പറ്റിയേ? നിനക്ക് പാനിപ്പൂരി എന്താണെന്ന് അറിയാമോ? എന്താണ് ഇവിടുത്തെ പാനിപ്പൂരി എന്താന്ന് പോലും അറിയത്തില്ല കേട്ടോ. എവിടെ അവിടെ പാനിപ്പൂരി ഒന്നുമില്ലല്ലോ. ഇല്ലല്ലോ. എവിടെയുള്ള പാനിപ്പൂരി? അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടോ പാനിപ്പൂരി? ഉണ്ടോ? ഇല്ലടാ. എവിടെ പാനിപ്പൂരി? പാനിപ്പൂരി ഒരു ഗുണമില്ലടാ കൊച്ചേ. ഞങ്ങൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കുറച്ചൊക്കെ നിന്നതേ ഉള്ളൂ. അല്ല നമ്മൾ ഇറങ്ങിയതൊന്നും കണ്ടിട്ട് പിള്ളേര്. അപ്പൊ നമ്മളിനി വീട്ടിലേക്ക് പോവാൻ പോവാണ് അല്ലേ? ബായ് ഗുഡ് നൈറ്റ് പറ എല്ലാരും. സമയമില്ല, എല്ലാരും അപ്പുറത്ത് തിന്നുവാ.